അറബിക്കടലിൽ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു. കപ്പലിലുണ്ടായിരുന്ന 23 പാകിസ്ഥാൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇറാനിയൻ കപ്പലായ അൽ കംബർ കടൽക്കൊള്ളക്കാർ പിടിച്ചെടുത്തത്. ശരത് കെ ശശിയുടെ വിശദാംശങ്ങളുമായി. ശരത്ത്, 12 മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിന് ശേഷമാണ് മോചിപ്പിക്കാനായത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി 28-ാം തീയതി വൈകിട്ടോടെയാണ് അറബിക്കടലിൽ ഇത്തരത്തിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഇറാനിയൻ മത്സ്യബന്ധന യാനം പിടിച്ചെടുത്തത്. 9 പേരടങ്ങുന്ന കടൽ കൊള്ളക്കാരായിരുന്നു ഈ മത്സ്യബന്ധന യാനം പിടിച്ചെടുക്കുകയും ഇതിലെ 23 പേരെ തടവിലാക്കുകയും ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് നാവികസേന രക്ഷാദൗത്യം ആരംഭിച്ചത്. 2 നാവികസേനാ കപ്പലുകളായിരുന്നു ഈ ദൗത്യത്തിന്റെ ഭാഗമായി രംഗത്ത് എത്തിയത്. INS സുമേധ, അതുപോലെ തന്നെ INS തൃശൂൽ. ഈ 2 നാവികസേനാ കപ്പലുകളുടെ നേതൃത്വത്തിൽ 12 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് അൽ ഖംബർ എന്ന് പറയുന്ന മത്സ്യബന്ധന യാനം മോചിപ്പിച്ചത്. ഇന്നലെ രാത്രിയോടെ ഈ മുഴുവൻ ആളുകളെയും മത്സ്യബന്ധന യാനത്തിൽ നിന്നും മോചിപ്പിച്ചു എന്നും കടൽ കൊള്ളക്കാരായ 9 പേരെയും 9 പേരും കീഴടങ്ങിയതായും നാവികസേന ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ കടലിൽ ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്തരത്തിൽ കടൽ കൊള്ളക്കാർ സൃഷ്ടിക്കുന്ന ഭീഷണിക്കെതിരായ ശക്തമായ നടപടിയാണ് നാവികസേന തുടരുന്നത്. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഇറാനിയൻ മത്സ്യബന്ധന യാനവും മോചിപ്പിച്ചിരിക്കുന്നത്. ഈ മത്സ്യബന്ധന യാനം പരിശോധിച്ച ശേഷം സുരക്ഷിതമായ ഇടത്ത് മത്സ്യബന്ധനത്തിനായി അവരെ അയക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നും നാവികസേന അറിയിച്ചിട്ടുണ്ട്. ശരി, ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്.